Hi friends, welcome to another vlog. So, ഇന്ന് നമ്മുടെ വ്ളോഗ് എന്താന്ന് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ബ്രീഫായിട്ട് ഒരു ദിവസം വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇപ്പോൾ ഏകദേശം 6:30 ആയി. എൻ്റെ 6 o'clock എൻ്റെ ഡ്യൂട്ടി കഴിയും. അറൗണ്ട് 5:45 ഒക്കെ ആകുമ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങാം. സോ ഞാൻ ഇറങ്ങിയിട്ട് ഹസ്നു വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഹസ്നുവിൻ്റെ ഓഫീസ് ടൈം 6 o'clock വരെയാണ്. ഞാനപ്പോൾ അവളെ പോയി പിക്ക് ചെയ്തു, വന്നിവിടെ റൂമിലാക്കിയിട്ടുണ്ട്. 1 second, സിഗ്നൽ ഓപ്പൺ ആയി ഞാൻ പിന്നെ സംസാരിക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിവിടെ എത്തി. എൻ്റെ ഒരു ജിമ്മ് ഉള്ള സ്ഥലത്ത് ഞാൻ എത്തി, വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ നല്ലൊരു ടിപ്സ് തരാം കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ദുബായിലുള്ളവരാണെങ്കിൽ ഞാൻ ഇത് പറയുന്നുള്ളൂ, അവരിത് കേട്ടാൽ മതി. ദുബായിൽ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്പോട്ടുകളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ സ്പോട്ട് ഏതാണെന്ന് അറിയാൻ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫ്രീ പാർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കാണാം നിങ്ങൾക്ക് ആ ഒരു ലിങ്ക്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണാം. ഇനി അതല്ല വീഡിയോ കണ്ടില്ലെങ്കിലും ഞാൻ കാര്യം പറയാം. സിറ്റി സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, ഷോപ്പിംഗ് മാൾസ്, അവിടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് 3 hours പാർക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് ജിമ്മിന് വർക്കൗട്ട് ചെയ്യാൻ 1 hour മതി. സോ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതിന് ശേഷം നമുക്ക് ജിമ്മിലേക്ക് പോകാം, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാം, ഫ്രീ ആയി പാർക്ക് ചെയ്യാം, തിരിച്ച് വന്നിട്ട് വണ്ടി എടുത്ത് പോകാം. സോ ഇവിടെ എനിക്ക് 3 hours ആണ് അലൗഡ് പാർക്കിംഗ് ടൈം. സോ ഞാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഷിൻഡഗ കാരിഫോറിലാണ്. പിന്നെ ഈ ഒരു ടൈം ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ വർക്കിംഗ് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫ്രീ ആവുന്ന ടൈമാണ് 6 to 8. സോ ഇവിടെ നിങ്ങൾക്കറിയാം, ദുബായിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, 6 to 8 ട്രാഫിക് പീക്ക് ടൈമാണ്. സോ നമ്മൾ റോഡിൽ കടന്നാലും നമ്മൾ വേറൊരു നല്ല ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യുകയാണെങ്കിലൊക്കെ രണ്ടും 2 തരമല്ലേ. സോ ഞാൻ ഉപകാരപ്രദമായ കാര്യം ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്. സോ ഐ എം ഗോയിങ് ടു ജിം നൗ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തതെന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ. 6 to 8 എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ഫുള്ള് ട്രാഫിക്കാണ്. സോ ഇപ്പം ഞാൻ റോട്ടിൽ നിന്നാൽ അറൗണ്ട് 1.5 hour ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരും ട്രാഫിക്കിൽ വീട്ടിലെത്താൻ. സോ ഞാൻ ആ ഒരു ടൈം ഇവിടെ സേവ് ചെയ്തിട്ട് ഞാൻ ജിമ്മിലേക്ക് പോവാണ്. സോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിമ്മിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാം ഗൈസ്. ഓക്കെ. ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ അല്ലേ, ഞാൻ എൻ്റെ എല്ലാ വ്ളോഗും ചെയ്യുന്നത് iPhone 8 ഉപയോഗിച്ചിട്ടാണ്. സോ ഇന്ന് ഇത്തിരി ഇരുട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാര്യം ഐഫോണിൻ്റെ രാത്രിയുള്ളൊരു വിഷ്വൽ എഫക്റ്റ് അത്ര പോരാ. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ മുഖമൊക്കെ വ്യക്തമായി കാണാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിവിടെ ഷിൻഡഗ കാരിഫോറിൽ പാർക്ക് ചെയ്തു. ഞാൻ പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് ജിമ്മിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫോൺ ഉപയോഗിക്കരുത്. ഞാനപ്പോൾ ഇൻട്രോ പറഞ്ഞ് നിർത്തിയത്, എനിക്ക് സിഗ്നലിൽ വണ്ടി നിർത്താൻ കുറച്ച് നേരം പറ്റി. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇൻട്രോ പറഞ്ഞത്. സോ അതിനുശേഷം ഞാൻ ഫോൺ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കരുത്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഫോൺ ഉപയോഗിക്കരുത്. നമ്മുടെ ശ്രദ്ധ എപ്പോഴും റോഡിലായിരിക്കണം, മറ്റുള്ളവരുടെ വണ്ടിയിലായിരിക്കണം. അപ്പോഴേ നമുക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഈ ബാഗ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ആക്ച്വലി ഈ ബാഗ് നമ്മൾ ബീച്ചിലൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇതേ ഇവിടെ വന്നിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണാം. ഭയങ്കര തണുപ്പാണ്. സോ ഞാൻ ബീച്ചിൽ പോകാറില്ല. സോ ആ ബാഗ് ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് ജിം ബാഗാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. സോ നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് ജോലി കഴിഞ്ഞ് വന്നല്ലേ, ഒന്ന് റീഫ്രഷ് ആവണമെങ്കിൽ ഇവിടെ ഈ ഷോപ്പിംഗ് മാളിൽ തന്നെ ടോയ്ലറ്റ്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് റീഫ്രഷ് ആവാം. ക്രോസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള സീബ്ര ലൈൻസ് യൂസ് ചെയ്യുക, അതർവൈസ് യു വിൽ ഗെറ്റ് എ ഫൈൻ. ഓക്കെ. സോ ദുബായ് പോലീസ് നമുക്ക് ഫൈൻ അടിച്ച് കൈ തരും. പിന്നെ നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ട് സിറ്റി സെൻറ്ററിൽ കാർ പാർക്ക് ചെയ്തല്ലേ. വേറൊരു കാര്യം പറയാം. അതിൻ്റെ റീസൺ, ഞാൻ ആക്ച്വലി ഇവിടെ റഷ് പ്ലേസാണ്. ഈ ഒരു ബർദുബായ് എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഞാൻ ജിമ്മിന് വരുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് പാർക്കിങ്, ഫുള്ള് ഫില്ലായിരിക്കും. ഒരു 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് അത് ഓക്യുപ്പൈ ആവും.
സോ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ടാണ് ഞാനൊരു പാർക്കിംഗ് ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്യാൻ കാരണം. ഗൈസ്, അപ്പോൾ ജിമ്മിൽ നിന്ന് ഇറങ്ങി ഞാനിപ്പോൾ ഈ പാർക്കിംഗ് ചെയ്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ കരുതുണ്ടാവും ഡ്രസ്സൊക്കെ എന്താ ചെയ്തത്. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പെയർ ജിമ്മിനുള്ള ഡ്രസ്സ് ഇതുപോലെ ഈ ഒരു ജിം ബാഗ് ഇതിൽ കരുതും. അതുപോലെ ജിമ്മിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഞാനത് ഡീറ്റെയിൽ വ്ളോഗ് നെക്സ്റ്റ് ടൈം ചെയ്യാം. അപ്പോൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ എസ് ഓർ നോ കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ബാഗിൽ ഞാൻ കരുതിയിട്ടുണ്ട്. സോ ജിമ്മിൽ ഡ്രസ്സിങ് റൂമുണ്ട്, അവിടെ പോയിട്ട് ഡ്രസ്സ് ചെയ്തു. നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അതിനുശേഷം തിരിച്ച് വീട്ടിലോട്ട് പോകില്ല. അപ്പോൾ ഈ ഡ്രസ്സ് തന്നെ മതി, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ ഓഫീസിൽ നിന്ന് വന്ന ഡ്രസ്സ് ഞാൻ ഈ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ട്. സോ ഇനി പാർക്കിങ്ങിൽ പോയിട്ട് കാറ് എടുക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് കാണാം. ഓക്കെ. ആക്ച്വലി ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഫുള്ള് കാണിച്ചില്ല. കാര്യം എന്താ വെച്ചാൽ ഇത് അങ്ങനത്തെ ഒരു വ്ളോഗല്ല. ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ ടൈം എങ്ങനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഒരു വർക്കിംഗ് ഡേയ്സിലുള്ളൊരു വീഡിയോനെ കുറിച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വർക്കൗട്ട് കൂടുതൽ കാണിച്ചില്ല. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. പിന്നെ വേറെ എന്ത് കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ എൻ്റെ ഈ ഗിംബലുണ്ടല്ലോ, അത് ഞാൻ ചാർജ് ചെയ്യാൻ മറന്നു പോയിരുന്നു. അപ്പോൾ അതിൽ ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല. അതാണ് സെക്കൻഡ് ഇത് പ്രോബ്ലം ഉണ്ടായത്. അപ്പോൾ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ജിമ്മിൽ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് ചാർജ് കയറിയിട്ടുണ്ട്. സോ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതും അതുപോലെ ഞങ്ങളുടെ ജിം മാസ്റ്ററെ കണ്ടല്ലോ അല്ലേ, വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടൊരു പോർഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ പൊളി സംഭവമാണ് കേട്ടോ. ഒടുക്കത്തെ കട്ട എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കട്ട. അപ്പോൾ ആളുടെ ഒരു എപ്പിസോഡ് ചെയ്യണമെന്നുണ്ട്. സോ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സെയിം എസ് ഓർ നോ കൊടുക്കുക, മെൻഷൻ ചെയ്തിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പാർക്കിങ്ങിലെത്തി കാർ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇവിടെ വന്ന് നിന്നപ്പോൾ കാർ
കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു 6 o'clock ഒക്കെ ഇവിടെ ട്രാഫിക് പീക്ക് ടൈമാണ്. സോ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവുന്നത്. ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാം. ഞാൻ നിങ്ങൾക്ക് റോഡ് കാണിച്ചു തരാം. നേരത്തെ നിന്ന് സ്ഥലത്ത് നിന്ന് എടുത്ത അതേ പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് ആ റോഡ് ഞാൻ കാണിച്ചു തരാം. ട്രാഫിക് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഈ കാണുന്ന റോഡാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എന്തോരം വണ്ടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ എന്തോരം വണ്ടിയുണ്ട്? ഒരു വണ്ടിയില്ലല്ലോ. ഇനി ഈസി ആയിട്ടൊരു 10-15 മിനിറ്റ്സ് കൊണ്ട് എനിക്ക് എൻ്റെ വീടെത്താം. നേരത്തെ ആ ട്രാഫിക്കിലായിരുന്നെങ്കിൽ എനിക്ക് 10-15 മിനിറ്റ്സിനേക്കാളും കൂടുതൽ ഇരിക്കേണ്ടി വന്നിരുന്നു. 1 hour 15 minutes ഒക്കെ ഇരിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. സോ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാനൊരു വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ഒരു ഡയലോഗ്സും ഇല്ല. സോ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ വീട്ടിലെത്തിയിട്ട് നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ പറയാണ്ട്. സോ വെയിറ്റ് ആൻഡ് സീ. സോ ആക്ച്വലി ഇവിടെ പാർക്കിംഗ് ഒരു കോയിൻ സിസ്റ്റമാണ്. ആ കോയിൻ നമ്മൾ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് എൻ്റർ ആകുമ്പോൾ തന്നെ എടുക്കുകയും ചെയ്യണം. അതുപോലെ ഇറങ്ങുമ്പോഴും ആ കോയിൻ അതിനുള്ളിൽ ഇട്ടാലേ ആ ഒരു ബാരിയർ ഓപ്പൺ ആവുള്ളൂ. ഞാൻ കാണിച്ചു തരാം. Please exit. Have a nice day. Thank you. ഗൈസ്, അപ്പോൾ ഈ സ്ഥലം ഓർമ്മയുണ്ടല്ലോ, ഞാനങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ കുളി കഴിഞ്ഞ് ഫ്രഷായി നമ്മൾ കിച്ചൺ സഹായിക്കാൻ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു. നാളേക്കുള്ള ലഞ്ചിനുള്ള ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ പ്രിപ്പയർ ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നമ്മൾ വ്ളോഗിങ് ചെയ്യുന്ന ഒരാളല്ലേ, അപ്പോൾ ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം എപ്പോഴാണ് നടക്കുന്നത്? ഞാൻ നാളെ, അതായത് എൻ്റെ വീഡിയോ ഷെഡ്യൂളിങ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സൺഡേ മോർണിംഗും അതുപോലെ വെനസ്ഡേ ഈവനിങ്ങുമാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെനസ്ഡേ പറഞ്ഞാൽ നാളെയാണ്. വെനസ്ഡേയുടെ എഡിറ്റിംഗ് ഞാൻ നടത്തുന്നത് ട്യൂസ്ഡേ നൈറ്റും, സൺഡേയുടെ എഡിറ്റിംഗ് നടത്തുന്നത് ഞാൻ സാറ്റർഡേ നൈറ്റുമാണ്. ബാക്കി എല്ലാ ഡേയ്സിലും ഈവനിങ് മീൻസ് ആഫ്റ്റർ ജിമ്മ് ഞാൻ ഫ്രീ ആയിരിക്കും. എഡിറ്റിംഗൊന്നും ഇരിക്കില്ല. ഞാൻ 2 days എഡിറ്റിങ്ങിന് ഇരിക്കുന്നത്. അതൊരു 2 hours 3 hours ഞാൻ ഇരിക്കും, എന്നിട്ടാണ് എഡിറ്റ് ചെയ്തത്. സോ നാളേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ട വീഡിയോ ഇന്ന് രാത്രി എനിക്ക് എഡിറ്റ് ചെയ്യണം. സോ ഗൈസ്, ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവാണ്. ഇനി നാളേക്കുള്ള വീഡിയോ ഓൾമോസ്റ്റ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അത് ഒരു ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അത് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ചിലപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ടായിരിക്കും ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ജസ്റ്റ് ഒരു ട്രയൽ വ്ളോഗാണ്. മീൻസ് ഞാൻ എൻ്റെ സിനിമാറ്റിക് വ്ളോഗോ അങ്ങനെയൊന്നുമല്ല, ട്രാവൽ വ്ളോഗോ അല്ല. ജസ്റ്റ് ഒരു നമ്മുടെ ടൈം എങ്ങനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളൊരു ചെറിയൊരു വ്ളോഗായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നതായിരിക്കും. ദിസ് ഇസ് അജീഷ് സൈനിങ് ഓഫ് ഫ്രം AJ Vlogs. സോറി, പറയാൻ മറന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്.